കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നു, കടലിൽ കാണാതാകുന്ന തൊഴിലാളികളുടെ മൃതദേഹം ലഭിച്ചിട്ടില്ല എങ്കിൽ 7 വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയുള്ളൂ എന്നൊരു നിയമമുണ്ട്. ആ നിയമം ഞാൻ മാറ്റാൻ പോവുകയാണ്. ആദ്യമായി അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ. ബഹുമാന്യനായ മുഖ്യമന്ത്രി, താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ വസ്തുതകളായിരിക്കണം പറയേണ്ടത്. ഓഖി സമയത്ത് നഷ്ടപ്പെട്ട ഡെഡ് ബോഡി 102ഓളം പേരുടെ ഡെഡ് ബോഡി കിട്ടി. 33 തൊഴിലാളികളുടെ ഡെഡ് ബോഡി അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 142 പേരാണ് ആകെ നമുക്ക് നഷ്ടപ്പെട്ട ആളുകൾ. അതിൽ 33 പേരുടെയും ആനുകൂല്യം കൊടുക്കുന്നതിന് 7 വർഷമെന്ന മാനദണ്ഡത്തെ റദ്ദ് ചെയ്ത് 22 ലക്ഷം വീതം മുഴുവൻ തൊഴിലാളികൾക്കും കൊടുത്ത ഗവൺമെന്റാണ് കഴിഞ്ഞ LDF ഗവൺമെന്റ്. താങ്കൾ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ വസ്തുതകൾ മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കിയിട്ട് വേണ്ടേ പറയാൻ? അത് മനസ്സിലാക്കാതെ ഞാൻ ആദ്യമായി ഇത് മാറ്റം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് അനുയായികൾ കൈയടിക്കുക. അപ്പോൾ വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങൊരു കലയാക്കി മാറ്റിയിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ആ സ്വഭാവം അങ്ങ് തിരുത്തണം. മറ്റൊന്ന് അങ്ങ് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഡ്രോണും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തൊഴിലാളികളെ അന്വേഷിക്കുന്നതെന്ന്. നിങ്ങൾക്കറിയുമോ? ഓഖിയുടെ സമയത്ത് വെരി ബിഗിനിങ്, അടുത്ത ദിവസം തന്നെ രാവിലെ തൊട്ട് എയർഫോഴ്സിന്റെ സംവിധാനം, ഹെലികോപ്റ്റർ, അതുപോലെ തന്നെ നേവി എല്ലാവരും സജീവമായി രംഗത്ത് വന്നു. കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി അത് പറ്റും. കാരണം സംസ്ഥാനത്തിന് നേവിയും എയർഫോഴ്സും ഒന്നും ഇല്ലല്ലോ. കേന്ദ്ര സഹായത്തോടു കൂടി, അവരുടെ പിന്തുണയോടുകൂടി ഞങ്ങളന്ന് 100 കണക്കിന് തൊഴിലാളികളുടെ ജീവനാണ് രക്ഷിച്ചത്. എയർഫോഴ്സിന്റെ സെക്യൂരിറ്റി ഏരിയ തുറന്നു തന്നു ഗവൺമെന്റ്. സെക്യൂരിറ്റി ഏരിയയിലേക്കാണ് എല്ലാ ഹെലികോപ്റ്ററും വന്നത്. 100 കണക്കിന് തൊഴിലാളികളെ സംരക്ഷിക്കുകയും മരിച്ചുപോയ തൊഴിലാളികളുടെ ഡെഡ് ബോഡി തന്നെ വീണ്ടെടുക്കാൻ ഈ എയർഫോഴ്സും നേവിയുമാണ് സുസ്ഥിരമായ പ്രവർത്തനം നടത്തിയത്. അങ്ങനെ കണ്ടെത്തിയ നാടാണ് ഈ കേരളം. ഇന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇന്ന് 9 ദിവസവും 8 ദിവസവും ഒക്കെ കഴിയുമ്പോൾ ആ നഷ്ടപ്പെട്ട തൊഴിലാളികളുടെ ഭാര്യമാർ കടപ്പുറത്ത് വന്ന് സമരം ചെയ്യേണ്ടി വരിക, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നിൽ വന്ന് സമരം ചെയ്യേണ്ടി വരിക. ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ഞങ്ങളിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വസ്തുതയുടെ പിൻബലം വേണ്ടേ? ആ കുടുംബങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? നമ്മൾ ഇന്ന് ഓരോ തൊഴിലാളികളുടെയും മകൻ നഷ്ടപ്പെട്ട അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, അവരുടെ വേദന നാം കാണുകയാണ്. നിങ്ങൾ അന്വേഷിച്ചില്ല. മറ്റൊരു മന്ത്രി CP ജോൺ അവിടെ ചെന്നു പറഞ്ഞു, നാളെ 5:30 അന്വേഷണം തുടങ്ങും. 10 മണി വരെ തൊഴിലാളി കാത്തു. ഒരു സ്കൂബ ഡൈവിംഗുകാരും വന്നില്ല. തൊഴിലാളികളാണ് നേരിട്ട് പോയത്. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് നമ്മൾ അനുദിനം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ചരിത്രത്തിലാദ്യമായി എന്ന നുണപ്രചാര വേല നടത്തുന്നത്. നിർഭാഗ്യകരമാണ് അങ്ങ് ഇങ്ങനെ പറയുന്നത്. താങ്കൾക്ക് വസ്തുതാപരമായി കാര്യങ്ങൾ പറയാം, ജനങ്ങളോട് പറയേണ്ട തരത്തിൽ പറയാം. അതിന് പകരമായി ഈ തരം വസ്തുതകളെ മറച്ചുവെച്ച് നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തൊഴിലാളികൾക്ക് ആനുകൂല്യം മാത്രമല്ല കൊടുത്തത്, വീടില്ലാത്തവർക്ക് വീട്, കുടുംബനാഥം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ ഭാര്യയ്ക്ക് ജോലി, മക്കളുടെ വിദ്യാഭ്യാസം, 2035 വരെയുള്ള വിദ്യാഭ്യാസം ഏറ്റെടുത്ത ഗവൺമെന്റാണത്. ഇപ്പോഴും അവർക്ക് ആനുകൂല്യം കൊടുക്കുകയാണ്. 13.5 കോടി രൂപ പ്രത്യേക അക്കൗണ്ടിൽ ട്രഷറിയിൽ നിക്ഷേപിച്ച് 2035 വരെ ആ കുട്ടികൾ, 6 മാസമായ കുട്ടികൾ, കൈക്കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത് വരെയുള്ള പണം നിക്ഷേപിച്ചൊരു ഗവൺമെന്റാണിത്. അത്തരത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് LDF ഗവൺമെന്റ് സമയത്ത് ദുരന്തം അനുഭവിച്ച തൊഴിലാളികളെ ചേർത്ത് പിടിക്കാൻ, കരുതലോടെ അവരെ സംരക്ഷിക്കാൻ, അവരുടെ കുടുംബത്തെ നിലനിർത്താൻ നടപടി സ്വീകരിച്ചത്. ഇതൊന്നും അറിയാത്ത അങ്ങ് ചരിത്രത്തിൽ ആദ്യമായി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി. അങ്ങ് വസ്തുതകൾ മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയാണ്. താങ്കൾക്ക് വസ്തുതാപരമായി പറയാനുള്ള ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതങ്ങ് നിറവേറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.